എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് കറിവേപ്പില ഇട്ട് കാച്ചിയ വെളിച്ചെണ്ണയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനു മുന്നും ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 മാസത്തേക്കുള്ള കറിവേപ്പില വെച്ച് കാച്ചിയ ഓയിൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ നമ്മൾ എടുക്കുക. അപ്പോൾ കറിവേപ്പില ഇട്ട് കാച്ചിയ വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിക്ക് വരുന്ന ഒരു പരിധി വരെ എല്ലാ പ്രോബ്ലംസും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ കൂടുതൽ കറിവേപ്പില ചേർക്കുന്നുണ്ട്. 2 മാസത്തേക്ക് ആയതുകൊണ്ടാണ് ഇത്ര എടുക്കുന്നത്. നമുക്ക് വരുന്ന മുടി കൊഴിച്ചിൽ, നെറ്റി കയറൽ, അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് തുടങ്ങി എല്ലാം നമുക്കിത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഒരുപാട് നേരം ഇട്ട് ഇത് മൂപ്പിച്ചെടുക്കരുത്, പെട്ടെന്ന് തന്നെ എടുക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ഈ മുടി ഒഴിച്ചിലുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓയിലാണ് കറിവേപ്പില ഇട്ട് കാച്ചിയ വെളിച്ചെണ്ണ. ഇത് ഒരു മാസം നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോബ്ലംസ് എല്ലാം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് മാറി വരുന്നത് വരെ മാത്രമാണ് നമ്മളൊന്ന് നോക്കാവൂ. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഓയിൽ തന്നെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയിട്ട് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കണം. ഇപ്പോൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഓയിലുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയിട്ട് ഒരു മാസം ഇത് ഉപയോഗിച്ച് നോക്കുക. അപ്പോഴാണ് നമുക്കതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കുള്ളൂ. ഞാൻ ചെറുപ്പം തൊട്ടേ ഉപയോഗിക്കുന്ന ഒരു ഓയിലാണ് കറിവേപ്പില ഇട്ട് കാച്ചിയത്. അതുകൊണ്ട് തന്നെ വേറെ ഒരു തരത്തിലുള്ള പ്രോബ്ലം നമുക്ക് മുടിക്കുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇതിപ്പോൾ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറു ചൂടോട് കൂടിയിട്ട് വേണം നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ചെറിയ ചൂട് വേണം എന്ന് വെച്ച് ഒത്തിരി പൊള്ളുന്ന ചൂടൊന്നും എടുക്കരുത്. ചെറുതായിട്ട് കുറച്ച് ചൂടെങ്കിലും ഉണ്ടാവണം. എന്നിട്ട് നമുക്ക് അപ്പോൾ തന്നെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. നല്ല ചില്ലിൻ്റെ ബോട്ടിലിൽ ഒഴിച്ച് വെക്കാനായിട്ട് നോക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യണത് എന്നുള്ള വീഡിയോ ഞാൻ കൊടുക്കാം. അപ്പോൾ അത് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂണാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ അതിന് ചൂടുണ്ട്, ഒരുപാട് ചൂട് പാടില്ല. അത് ഒരുപാട് ചൂടെടുത്താൽ നമ്മുടെ സ്കാൽപ്പിന് കേടാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ചൂടിൽ എടുത്തിട്ട് നമ്മൾ സ്കാൽപ്പിലും മുടിയിലൊക്കെ മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുടി ഒഴിച്ചിലും മാറാനും ആ കൊഴിഞ്ഞു പോയെടുത്ത് പുതിയ മുടി കിളിർത്ത് വരാനും എല്ലാത്തിനും നല്ലതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്നതുള്ളൂ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക.